ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പൈനാപ്പിൾ വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് പൊടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിനി ഇതിലോട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി അല്പം വെള്ളം കൂടി ചേർത്ത് ഫൈനായി തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴേക്കും പൈനാപ്പിളെല്ലാം നന്നായി തന്നെ ഇവിടെ വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഉള്ളിലാണ് വെച്ച് കൊടുത്തിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹാഫ് ടീസ്പൂൺ പഞ്ചസാര കൂടെ ഈ സമയം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് സെറ്റായി വരണം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാതെ കൈവച്ച് വിസ്കോ സ്പൂണോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ലൂസായി വരും. അതുകൊണ്ട് ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ തൈരിൽ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇനി ഇതിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പിരിഞ്ഞു പോകും. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തൈര് ഒഴിച്ച് ചൂടോടെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ചൂടിൽ തന്നെ നമ്മളത് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും അല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ട് ഇപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.